ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഗൈസ്, കേവ് ലൈഫിന്റെ പാർട്ട് 3 എപ്പിസോഡാണ് തോന്നുന്നു. അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഇടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്നലെ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്നലെ ഇടായിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നമ്മളെ ഈ വീടിന്റെ സ്ഥലം നമ്മളവിടുന്ന് മാറ്റി അടച്ചു വെച്ചു, സ്റ്റോൺ ആക്കണം അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ അടിക്ക് ഇന്നലെ നെതറിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണിക്കാൻ പറ്റിയില്ല. വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വോയിസ് ഉണ്ടായിരുന്നില്ല. അതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ഞാൻ അതാ ഇങ്ങോട്ടൊക്കെ ഡേട്ടൊക്കെ വെച്ചതാ ഇന്നലെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഡേട്ടിൻ്റെ വഴികളാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അടിയിനകത്ത് ഡേട്ട് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു വില്ലേജും ഒരു ഹോൾസിനെ ടൈം ചെയ്തും ചെയ്തതാ. ഇതാണ് കേസിൻ്റെ നെതർ പോർട്ടൽ. നെതർ പോർട്ടലിനകത്ത് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇവിടെയൊക്കെ ഡേട്ട് വെച്ച് കംപ്ലീറ്റ് ആക്കി. ഈ വെള്ളം അത് ക്ലോസ് ചെയ്യണം. അത് ഇവിടെ കൂടി നമുക്കൊരു സ്റ്റോൺ അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ നെതറാക്കുണ്ട്, അത് നമ്മളിപ്പോൾ അവിടെ വെക്കുക. ഞാൻ ഇന്ന് വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാനാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഇവിടെ ചെന്നിട്ട് ഞാൻ എന്താ പറയുക, നെതറിൽ ചെന്നിട്ട് ഗാസ്റ്റിനെ കിട്ടും നോക്കണം. ഗാസ്റ്റിലല്ലോ എന്തോ സംഭവം ഉണ്ടല്ലോ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്ന്. അപ്പോൾ ആ സാധനം നമുക്ക് സെറ്റാക്കണം. പിന്നെ അവിടെ ഒരു വേറെ എന്തോ സാധനം കിട്ടുമല്ലോ, അത് നമുക്ക് പിടിക്കണം. എന്തുണ്ടാക്കണം എടുത്തിടണം കേട്ടോ. എന്തോ പോഷനൊക്കെ ഉണ്ടാകാൻ എന്തോ സാധനം ഉണ്ട്, അത് പേരെന്താ എനിക്കറിയില്ല. അത് കിട്ടുകയാണെങ്കിൽ എനിക്കറിയാം, കളററിയാം, പേരെന്താ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ സെറ്റാക്കാം. അതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് ബേസ് ഇവിടെ നട്ട് വെക്കാം കേട്ടോ. നെതറാക്കി മാത്രമേ നടാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരാണെന്ന് ഒരു കമൻറ്റാണ്, എനിക്കതിൻ്റെ പേരറിയത്തില്ല. അപ്പം ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം, അവിടെയൊക്കെ ലാൻഡ് ചെയ്യണമൊക്കെ വെച്ച് സെറ്റാക്കി. കുറച്ച് എന്താ പറയുക, ഇവിടെയൊക്കെ ബെഡ് ഇങ്ങോട്ടൊക്കെ കൊണ്ട് ഇതെൻ്റെ വാല്യുബിൾ പെട്ടിട്ടാ, ഇതിനകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആർമർ എവിടെയാണ്. ആർമർ എൻ്റെ കയ്യിലില്ല. ഞാനിവിടുന്ന് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. 30 ഇതെടുത്തിട്ട് എനിക്ക് കുറച്ച് ലാഡർ ഉണ്ടാക്കണം. എന്തിനാന്ന് വെച്ചാൽ ഞാൻ നെതർ കാണിച്ചു തന്നിട്ടില്ലല്ലോ നിങ്ങൾക്ക്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 12 ലാഡർ ചെയ്യില്ല, ഒരെടുത്തുണ്ട്. നെതർ പോർട്ടൽ അടിയിൽ ഞാൻ നെതർ എന്താ പറയുക, ഡയമണ്ട് പിക്കാക്സ് പോയി ഇനിയിപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ മേലേക്ക് പോകുന്നറിയോ കാണിച്ചത്. അവിടെ വലിയ ടണൽ ഉണ്ടാക്കി. എന്താ വെച്ചിട്ടുണ്ടല്ലോ, എവിടെ കുഴിച്ചാലും ലാഭയായിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആക്കിയത്. ഇതിപ്പോൾ ലാഡറിൻ്റെ മേലെ വരെ വെച്ചിട്ട് കാണാം കേട്ടോ. കാണേണ്ടി വരൂല, അത്ര തങ്ങിയുള്ളൂ. ഓക്കെ, വെച്ചു. കുറച്ചും കൂടി ലാഡർ ആവശ്യമുണ്ട്. അപ്പം അത്രയും ലാഡർ പോരാ. പിന്നെ എൻ്റെ സ്റ്റോൺ ഏരിയയിലൊക്കെ ഞാൻ കുറച്ചുകൂടി ഇതാക്കി കേബിൻ്റെ ഇത് മാറ്റും, ചായ മാറ്റാൻ വിചാരിച്ചു. ചായ കുഴപ്പമില്ലാതെ അടുത്തൊക്കെ ചോറിന് മാക്സിമം ഗ്യാസിൽ ഉണ്ടാക്കാൻ നോക്കും. അതൊക്കെയാണ് പരിപാടി. ഞാനപ്പോൾ ഒരു കുറച്ചും കൂടി ഇത് വേണമല്ലോ നമ്മളതിലപ്പോൾ ഒരു
കുറച്ച് മരം ഉണ്ടല്ലോ അത് നമുക്ക് വെട്ടും. അപ്പൊ ഞാൻ ചിലപ്പോ ഇതിനകത്ത് അയൺ ഫാർം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോ ഞാൻ ഫസ്റ്റ് ബീഡർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ മേലെ നിന്റെ അയൺ ആർബർ എടുക്കണം. അവിടെ ചെസ്റ്റിനകത്ത് ഞാൻ വെച്ചുകൂടെ. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടല്ലോ ഇപ്പൊ എന്താ പറയാ മേലേക്ക് പോയിട്ട് മരം വെട്ടാനാണ് ഇവിടുത്തെ. ഇവിടെ ആയിരുന്നു എന്റെ ഫാർമിലാണ്. എന്റെ അടുത്തൊക്കെ അങ്ങോട്ട് ഇതായിട്ടില്ല. ഇപ്പൊ റേഞ്ചിന്റെ പ്രശ്നം കാരണം അവിടെ ഉണ്ടായില്ല. അതായിരുന്നു പ്രശ്നമായത്. അവിടുന്ന് ലോഗുകൾ എടുക്കട്ടെ. ഇവിടുന്നൊന്നും ട്രീ ഉണ്ടായില്ല. അപ്പൊ ചെലപ്പോ ഞാൻ എന്റെ ഫോഴ്സ് ഹെൽത്ത് പോയി. നമ്മളെ കുതിരന്റെ പേര് നിങ്ങൾക്ക് ആരെങ്കിലും നമ്മൾ കുതിരന്റെ പേര് എന്താ പറയാ ഇതാക്കിട്ടോ കമന്റ് ഇടുക. ഈ കുതിരക്ക് പേര് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ആ പേര് നമുക്ക് ഇടാൻ നോക്കാട്ടോ. മാക്സിമം ഇടാം. നെയിം ടാഗ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ആ പേര് ഇടാം കേട്ടോ. നിങ്ങൾ കമന്റ് ചെയ്യണം. വല്ലാത്തൊരു പ്രശ്നമായുള്ളത് ഈ ബീന്റെ പ്രശ്നം അതാണ്. മരത്തിന്റെ അവിടെ മാത്രം സ്പോണാവുള്ളൂ. ഇവർക്ക് നിലത്തൊന്നും സ്പോണാ പറയില്ല. ഒരു 25-26 ഉണ്ടെങ്കിലും മാക്സിമം ഉണ്ടായിക്കാൻ നല്ലതാണ്. അത്ര നമുക്ക് അത്ര ഇതാക്കാലോ. ഇനി ഞാൻ ചിലപ്പോ നമ്മളെ ബേസിനകത്ത് ട്രീ ഫാർം ഉണ്ടാവും. നല്ല അത്യാവശ്യമാണ് ട്രീ ഫാർമും പിന്നെ മോവ് ഫാർമും ഒക്കെ. അല്ലെങ്കിൽ നമ്മള് മോവ് സ്പോണർ അവിടെ കണ്ടുപിടിച്ചാൽ മതി. അത് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഞാൻ എന്തോ മൈനിയിൽ പോകുമ്പോ അപ്പൊ ഞാൻ ഒരു മോബിന്റെ മോബ് സ്പോണർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇപ്പോൾ എന്താ പറയാ മൈനിങ് ഒക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും എന്താ പറയാ ഇതാ പറയാം മയൻ ഫാർം എപ്പിസോഡാ പറയാം. മയൻ ഫാർം ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. മാക്സിമം നോക്കാം മയൻ ഫാർം ഇപ്പൊ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ ഞാൻ വില്ലേജ് വീട് കുറച്ച് മേലക്കായിട്ട് അങ്ങനെ വെക്കുന്നുണ്ടാവുക. നമ്മളെ കുറച്ച് ഉള്ളിക്ക് വെച്ചിട്ട് ഗൈസ് കുതിരന്റെ ഹെൽത്ത് നല്ല പോകുന്നു. പാവം ഹോൾസ് അർമർ കണ്ടുപിടിക്കുന്നു. രാത്രി എഴുന്നേറ്റ് പോയാൽ പിടിക്കുക ഹോൾസിനെ പിടിക്കുക. അപ്പൊ നിങ്ങൾ ഹോൾസിന്റെ നെയിം കമന്റ് ചെയ്യണം കേട്ടോ. മാക്സിമം എന്ത് പേരാണ് നമുക്ക് ഇത്ര മരത്തിന് ആവശ്യമൊന്നും ഇല്ല.
ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ ഇത് കുറച്ച് കൂടി പോയോ എന്ന് ചെറിയ സംശയം ഇല്ലാന്നില്ലല്ലേ. അതെ അതെ, നല്ല സംശയമുണ്ട്. ഇപ്പൊ തന്നെ 3 സ്റ്റാക്ക് ആവാറായി. 3 സ്റ്റാക്ക് ആയില്ല. നമുക്ക് വേറൊന്നും കൂടി ആക്കണ്ട. ബ്രിഡ്ജ്, സോറി, യു റെസിപ്പി അലൗഡ്. ഓക്കെ, നമുക്കിവിടെ 1 1 3 2 3 ജസ്റ്റ് എടുക്കാലോ. അതിനകത്ത് ജസ്റ്റ് അല്ല. ഓക്കെ, അല്ല എന്തായാലും ഇവിടെ വരണം, ഇവിടെ വരണം. കുറച്ചൊരു ഒരു അതിലൊന്നും ഉണ്ടാക്കാം. ഓവർ ആവശ്യമായിരിക്കും. അത് കൂടിയിട്ടല്ല, അത് കുറഞ്ഞിട്ടാ പോയത്. കുഴപ്പമില്ല, അത് കുഴപ്പമൊന്നുമില്ല. അയ്യോ, ഇത് ഞാൻ കൂടിപ്പോന്ന് വിചാരിച്ചു 10 എണ്ണം, പക്ഷെ അത് കുറഞ്ഞു. ഇതെന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ഫുഡായിട്ട് എന്താ ഉണ്ട്, ഫുഡായിട്ട് എന്തെങ്കിലും ഉണ്ടാവും. നമുക്കൊരു നെയിം ടാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് പേര് കമന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇന്ന് എന്താ ചെയ്യാൻ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട്, അല്ല ഇത് ബ്രിഡ്ജായിട്ട് ഉണ്ടാക്കാം. ബ്രിഡ്ജായിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മാറ്റിയിട്ട് കണ്ടോ, ബ്രിഡ്ജ് നമുക്ക് അത്ര കാശില്ല. നമുക്ക് ഓക്കാണ് കുറച്ച് ഇതായിട്ടുള്ളത്. ഇനിയിപ്പോ ഇതായിട്ട് നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മള് ഇതുണ്ടാക്കണം. 27 ഉണ്ടാക്കണം, ധാരാളം തന്നെ. നമ്മൾ നേരെ കയറി നെതറിക്കറായി. എന്താ വെച്ചാണ്ടല്ലോ, നമ്മളെ നേരെ വഴി നമുക്ക് നേരെ ഇങ്ങോട്ടാക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേരെ ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ കുറച്ച് നമ്മള് വേറെ സ്ഥലങ്ങളൊക്കെ ഇതാക്കുമ്പോൾ നമുക്ക് അവിടെ എത്താനുള്ള പോർട്ടലൊക്കെ നിരത്തി വെക്കുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അത് സുധി അണ്ണൻ ഡിസ്പ്ലേ സീരീസിൽ ഉണ്ടാക്കിയ പോലെ അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഉണ്ടാക്കാനും വയ്ക്കൂലല്ലോ, നല്ല സുധിയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. എന്തൊരു കഷ്ടം. നമ്മൾ ആർമറോ
മേടിച്ചു. ഇതൊക്കെ വേണ്ടിയ അപ്പോൾ നമ്മുടെ ആർമറൊക്കെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഇതെടുത്തേക്കാം. എന്നാൽ എങ്ങനത്തായിട്ട് കാണുമ്പോൾ ടൂൾസ് എടുത്ത് വന്നിട്ട് നമുക്ക് നേരെ നമ്മളെ വില്ലേജ് ബ്രീഡറുടെ പരിപാടി കൊടുക്കണം. അത് നമുക്ക് ഇനി ടൂൾസ് എടുത്തിട്ട് ഇനി കാണാം കേട്ടോ ഗൈസ്. ടൂൾസ് എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ബേസിൽ എത്തിയിട്ട് ഇനി കാണാം. ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മളപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നോക്കിയാൽ ഗ്രാസ് ബ്ലോക്കിന് നമുക്ക് ഇത് ഗ്രാസ് ആക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇത്ര നേരം പൊട്ടത്തരം കാണിച്ചോടുന്നു. അവിടെ ശരിക്കും ഡേറ്റ് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ എൻ്റെ ഡെഡിനകത്ത് ഒരു എന്താ പറയുക ഇതിനെ കൊന്നിട്ടില്ലേ, ഇതുണ്ട് എൻഡർമാനെ കൊന്നിട്ടില്ലേ, എന്തുണ്ട് ഗ്രാസ് ബ്ലോക്ക് ഉണ്ട്. ഇത്രയും ദിവസം ടൈം വെറുതെ പോയി. എന്ത് പറയാനാണ് പൊട്ടത്തരം ചെയ്തു വെച്ചു. വല്ലാത്തൊരു കഷ്ടമായിട്ട് വെളിച്ചമില്ലാതെ ടോർച്ച് വെക്കാം. അപ്പൊ നമ്മള് മൈനീനും ആണ് തളയിൽ ഇതില്ല അയണില്ല, നോട്ടിൽ ഓഫ് അയൺ മൈനീസ് വന്നിട്ട് കുറച്ച് മൈനീന് വീട്ടിലെ ടൂൾസ് ഒക്കെ മൈനീന് വീട്ടില് ഉണ്ട് ഒരു ഇതുണ്ട്. ഫർണീസിലായി പോയി തിരിച്ചൊന്ന് ഇതൊക്കെ വെച്ച് ഇതൊന്ന് നോക്കുക പറ്റിക്കോളും. ഇവിടെ ഉണ്ടി ചെന്നിട്ട് നമുക്ക് ഒരു ട്രാക്ടറോടെ ഏത് വെച്ചിട്ട് ചെസ്റ്റ് എടുക്കാം. ഒരു എട്ടായിക്കോട്ടെ. എട്ടെണ്ണമായിട്ട് നമ്മൾ നേരെ ഇതൊക്കെ ഫർണീസിൽ ചെന്നിട്ട് അഞ്ചെണ്ണം എടുക്കുക. ഇതിനകത്തൊരു 4 എണ്ണം അവിടെ വെക്കുക. പുറത്ത് 5 7 4 ഇവിടെ. ഓക്കെ. അപ്പൊ നമ്മളപ്പോ എന്ത് ചെയ്തു, ഇതിനകത്ത് ഇങ്ങനെ വെച്ചു. അത് കുറച്ച് അയണായിട്ട് നമ്മളപ്പോ അതേ നമുക്കൊരു 3 അയൺ കിട്ടുകയാണെങ്കിൽ നമ്മളപ്പോൾ അതായിട്ട് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് നേരെ ഇതിന് പോവാ അയൺ മൈനിന് പോവാ. ശരിക്കും ഡയമണ്ട് പിക്കാക്സ് മതി, പക്ഷെ എന്നാലും അയൺ പിക്കാക്സ് നല്ലത്. അവിടെ അയൺ ഉണ്ടാക്കിയത്. ഓക്കെ. നമ്മൾ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. എന്താ കുക്കർ ചിക്കൻ അവിടെ ഞാൻ ഏതായാലും പോകുമ്പോൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാൻ വെച്ചിട്ടാണ് പോകുന്നത്. വെച്ചാൽ ഞാൻ നെതറിക്കല്ലേ പോണത്. ഇവിടെ തന്നെ ഇതാകാൻ വയ്ക്കുള്ള ചാവാതെ പോകാൻ വയ്ക്കുള്ള. പിന്നെയാണ് നെതറപ്പം അധികം മേലാണ് അറിയാക്ക്. അതുകൊണ്ട് എന്താക്കി ഞാനത് എന്ത് ചെയ്തു, അവിടെ എന്താക്കി ആ വെള്ളം മാറ്റി. ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഇത് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. ടോർച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സ്പാം ചെയ്ത് നമ്മൾ ടോർച്ച് എടുക്കണേ, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്. കുറച്ചധികം ടോർച്ചായി.
മേലോട്ട് വെച്ചാൽ മതി. ഇത്ര കല്ല് വേണ്ട. അപ്പം ഞാൻ കുറച്ച് അയൺ മൈനിങ്ങിന് ഇറങ്ങിയതാണ്. എന്താ വെച്ചാൽ റെയിൽ വെച്ചെടുക്കേണ്ട വില്ലേജന്മാരെ കൊണ്ട് റെയിലിന് പറ്റുള്ളൂ. അതുകൊണ്ടാണ് കാസ്റ്റിനെ നെതറിപ്പോയി പിടിച്ചു വരാണെങ്കിൽ അത് കുറേ ദിവസം എടുക്കും. ഇതപ്പോൾ വില്ലേജ് വീടറൊക്കെ കണ്ടുപിടിക്കല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക ഡയമണ്ട് ഇതായിട്ട് കാണാട്ടെ. അപ്പോൾ നമ്മളപ്പോൾ മൈനിയിൽ ചെന്നിട്ട് കുറച്ചായാലും നമ്മൾ സ്മെൽറ്റ് ചെയ്തു. നമ്മളെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റാക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു അയൺ കൂടി ഉണ്ട്, അത് ഞാൻ കണ്ടുള്ള. ഞാൻ അടിയത്തെ കേവളിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് കുറച്ചധികം അയണും കിട്ടി. പിന്നെ 11 ഡയമണ്ട് ആയിട്ട് എനിക്ക് അടിയിൽ ചെന്നപ്പോൾ 6 ഡയമണ്ട് കിട്ടി. ഇപ്പോൾ ടോട്ടൽ 11 ഡയമണ്ട് ആയിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പോൾ നമ്മളെ പതിയെ ഡയമണ്ടും കൂടി വരുന്നുണ്ട്. ഞാൻ ഒരു നമ്മളിവിടുത്തെ വെള്ളം ഉണ്ടല്ലോ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുത്തെ ഈ ഗാസ്റ്റിനും കിട്ടി. പിന്നെ അപ്പോൾ നിങ്ങൾ 2 ഹോൾസിൻ്റെ നെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എത്ര ഉള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെതർ പോർട്ടലിൽ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതിന് ഞാൻ ഈ വില്ലേജർമാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഗുഡ് ബൈ. അപ്പോൾ ഗ്രാസ് ബ്ലോക്ക് ഇത്ര ഇതായി. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സംഭവം എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.